welcome to Sweet Stars. Hello dears, once again welcome back to Sweet Stars. ഇന്നത്തെ ടോപ്പിക് ഒരു ഇൻഫോർമേഷണൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഒന്നുമല്ല, ഒരു ഇമോഷണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ഡീപ്പ് ഫീലിംഗ്, ഒരു ഹാർട്ട് ഫെൽറ്റ് റിയലൈസേഷൻ. നിങ്ങളിൽ പല പേരൻസിനും ഇത് റിലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പല പേരൻസിനും ഈ ഒരു ഫീലിംഗ് വന്നിട്ടുണ്ടാകാം. Do you ever feel like when your baby is still small and you have already started missing their baby stages? നിങ്ങളുടെ കുട്ടി കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ കുഞ്ഞിന്റെ ഏർലിയർ സ്റ്റേജസ്, ബേബി ആയിട്ടിരിക്കുമ്പോഴുള്ള സ്റ്റേജസ്, ഫ്യൂ മന്ത്സ് മാത്രം പ്രായമുള്ള ആ ഒരു സ്റ്റേജസ് ഒക്കെ നിങ്ങൾക്ക് മിസ് ചെയ്യുന്നുണ്ടോ? അതോ മിസ് ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ കുട്ടി ഏതൊരു പ്രായമായിക്കോട്ടെ, ആ കുട്ടിയുടെ ചൈൽഡ്ഹുഡ് സ്റ്റേജസ് ഒക്കെ നിങ്ങൾക്ക് മിസ് ചെയ്തിട്ടുണ്ടോ? ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് ആ ഒരു ഫീലിംഗ് തോന്നിയിട്ടുണ്ടെങ്കിൽ you have to definitely watch this video. So please sit with me, let's feel this together. And if you're new here, don't forget to subscribe my channel. So once again, welcome back to Sweet Stars. എലീസയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഷീ ഈസ് അവർ ഡോട്ടർ ആൻഡ് ഷീ ഈസ് 2 years old now. അവളുടെ ഈ ഒരു സ്റ്റേജിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ സ്റ്റേജ് ആൻഡ് അറ്റ് ദ സെയിം ടൈം മോസ്റ്റ് ടയറിങ് ഓൾസോ. കാരണം കമ്പയർ ടു അതർ സ്റ്റേജസ് കുഞ്ഞ് കൂടുതലായിട്ടാണെങ്കിൽ ഇന്ററാക്ട് ചെയ്യാനായിട്ടും കുരുത്തക്കേടുകളും വാശിയും എല്ലാം പീക്കിൽ നിൽക്കുന്ന ഒരു സ്റ്റേജ് എന്ന് തന്നെ പറയാം. ബട്ട് അറ്റ് ദ സെയിം ടൈം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്റ്റേജാണ്. കുഞ്ഞ് കൂടുതൽ ആക്റ്റീവായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു ടൈമാണ്. നമുക്കാണെങ്കിൽ നേരം പോകുന്ന പോലും നമുക്കറിയത്തില്ല, നമ്മൾ ടയേർഡ് ആവും. എന്നിരുന്നാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്റ്റേജ് ഇതാണ്. കാരണം നമ്മളുമായിട്ട് കൂടുതലായിട്ട് ഇന്ററാക്ട് ചെയ്യും, നമ്മുടെ ഇമോഷണൽ സൈഡ് മനസ്സിലാക്കാനായിട്ടും. നമ്മൾ ഇമോഷണൽ ആയിട്ട് ഇരിക്കുമ്പം ഞാൻ പലപ്പോഴായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്, കുഞ്ഞാണല്ലോ ഓടി വന്ന് നമ്മുടെ മടി വന്നിരുന്നിട്ട് അമ്മ പോട്ടെ പോട്ടെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ തരുന്ന ആ ഒരു മൊമെന്റ് ഒക്കെ. ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ മൊമെന്റിലൊക്കെ നമ്മൾ എത്ര സ്ട്രെസ്ഫുൾ ആണെങ്കിലും ഒരു നിമിഷം കൊണ്ടായിരിക്കും കുഞ്ഞിന്റെ ആ ചിരിയും ആ കെട്ടിപ്പിടിച്ചുള്ള ഉമ്മ കൊണ്ട് നമുക്ക് മാറുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെമ്മറീസ് എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയല്ലേ ഉള്ളൂ. ടൈം ലിറ്ററലി ഫ്ലൂ ആൻഡ് ഐ എം ഹാപ്പി ദാറ്റ് ഷീ ഈസ് ഗ്രോയിങ്, ബട്ട് അറ്റ് ദ സെയിം ടൈം ഐ literally miss her good old days also. The moment she opened her eyes and saw me for the first time, ആ ഒരു ഫസ്റ്റ് നോട്ടം, ജനിച്ചപ്പോൾ ആ കുഞ്ഞു കണ്ണും കുഞ്ഞു കൈയും കുഞ്ഞു കാലും, ആ സോഫ്റ്റ് ബോഡി, ആ ബേബി സ്മെല്ല്, ഫ്യൂ വീക്സ് മാത്രമുള്ള ആ ഒരു എലീസ, അല്ലെങ്കിൽ ഒരു ഫ്യൂ മന്ത്സും കൂടെ കഴിയത്തേക്ക് ആ കമന്ന് വീഴാനായിട്ടുള്ള ഒരു ശ്രമം, കുറച്ചുകൂടെ കഴിയത്തേക്ക് എഴിഞ്ഞു നടക്കുന്ന ആ ഒരു സ്റ്റേജ്, പിടിച്ചിരിക്കാനായിട്ടുള്ള ആ ഒരു സ്റ്റേജ്, കുറച്ച് കഴിയുമ്പോഴത്തേക്കും പിടിച്ച് നിൽക്കുന്നത്, അത് കഴിഞ്ഞ് ഓടുന്ന സ്റ്റേജ്. ഇപ്പം ഞാൻ നിൽക്കുന്നത് ആ ഒരു ഓടുന്ന സ്റ്റേജിലാണ് കുഞ്ഞിന്റെ കൂടെ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ ഒരു മൊമെന്റ്സ് ഒക്കെ ശരിക്കും ലിറ്ററലി മിസ് ചെയ്യുന്നുണ്ട്. നമ്മളാണെങ്കിൽ ഫോണിൽ എല്ലാ മൊമെന്റ്സും ക്യാപ്ചർ ചെയ്തെന്ന് പറഞ്ഞാലും നമുക്ക് ലിറ്ററലി ആ ഒരു ലൈവ്ലി മൊമെന്റ്സ് ഒക്കെ ആണെങ്കിൽ ശരിക്കും മിസ് ചെയ്യുന്നില്ല. ഡു യു ഫെൽ ദ സെയിം? ഇഫ് യു ഫെൽ ദ സെയിം, പ്ലീസ് ഡു കമന്റ് ദ ബെസ്റ്റ് മെമ്മറി ഓഫ് യുവർ ബേബി യു മിസ് ദ മോസ്റ്റ്. വെൻ വി ബിക്കം പേരൻസ് വി ഓൾവേസ് വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് മൈൽ സ്റ്റോൺ. കുഞ്ഞെപ്പോഴാണ് നടന്നു തുടങ്ങുന്നത്, കുഞ്ഞെപ്പോഴാണ് സംസാരിച്ചു തുടങ്ങുന്നത്, കുഞ്ഞെപ്പോഴാണ് തന്നെ ഫുഡ് കഴിച്ചു തുടങ്ങുന്നത്, എല്ലാ മൊമെന്റ്സും വന്ന് കഴിയുമ്പോഴായിരിക്കും നമ്മൾ റിയലൈസ് ചെയ്യുന്നത് എന്ത് പെട്ടെന്നാണ് ടൈമൊക്കെ പോയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റേജും അറ്റ് പ്രസന്റ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എൻജോയ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. കാരണം നമ്മൾ നെക്സ്റ്റ് മൈൽ സ്റ്റോണിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ റിയലൈസ് ചെയ്യുന്നില്ല ടൈം എന്ത് പെട്ടെന്ന് പോകും, പിള്ളേർ എന്ത് പെട്ടെന്നാണ് വളർന്നു പോകുന്നതെന്നുള്ളത്. കുഞ്ഞുങ്ങൾ വളരുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബ്ലെസ്സിങ്, ബട്ട് അറ്റ് ദ സെയിം ടൈം ലിറ്റിൽ ഹാർട്ട് ബ്രേക്കിംഗ് ഓൾസോ. സോ അറ്റ് പ്രസന്റ് ഏത് സ്റ്റേജ് ആയിക്കോട്ടെ, കുഞ്ഞെല്ലാ സ്റ്റേജസും അത് ആ ഒരു ടൈം ആവുമ്പോഴത്തേക്കും അതെല്ലാം കടന്നു പോകും. സോ ആ ഒരു അറ്റ് പ്രസന്റ് നല്ല പോലെ എൻജോയ് ചെയ്യുക. നമ്മുടെ ജീവിതത്തിൽ ഈ കുഞ്ഞു മൊമെന്റ്സ് ഒക്കെ തന്നെ ഉള്ളൂ ജീവിതത്തിൽ എപ്പോഴും വലിയ മെമ്മറീസ് ആയിട്ട് കാത്തു വെക്കാനായിട്ട്. സോ എൻജോയ് ദ പ്രസന്റ് ആൻഡ് മേക്ക് ഗുഡ് മെമ്മറീസ് ഫോർ ഫ്യൂച്ചർ. കുഞ്ഞുങ്ങൾ വളരുമ്പം ദേ സ്ലോലി ക്രിയേറ്റ് ദെയർ ഓൺ വേൾഡ്. കുറച്ചുകൂടെ കഴിയുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ഫ്രണ്ട്സ് ആവും, അവരുടേതായിട്ടുള്ള ലോകവും. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും അവരുടെ കൂടെ കളിക്കാനൊന്നും അവർ ആവശ്യപ്പെടത്തില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള ഫ്രണ്ട്സ് ആയി, അവരുടേതായിട്ടുള്ള ലോകവും. അതുകൊണ്ട് തന്നെ അറ്റ് പ്രസന്റ് കുഞ്ഞിന്റെ ഏത് സ്റ്റേജ് ആണെങ്കിലും കുഞ്ഞിനോട് കളിക്കുകയാട്ടെ, ചിരിക്കുകയാട്ടെ, അറ്റ് പ്രസന്റ് എന്താണോ അത് എൻജോയ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു നെക്സ്റ്റ് മൈൽ സ്റ്റോണിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ സമയം പെട്ടെന്ന് കടന്നു പോകും. കുഞ്ഞ് വളർന്നു പോവുകയും ചെയ്യും. വളർന്നു പോയതിനു ശേഷം നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല കുഞ്ഞ് എന്ത് പെട്ടെന്നാണ് വളർന്നു പോയത്. അതുകൊണ്ട് അറ്റ് പ്രസന്റ് എന്ത് സ്റ്റേജ് ആണെങ്കിലും അത് നല്ലപോലെ എൻജോയ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ കുഞ്ഞു കുഞ്ഞു മൊമെന്റ്സ് ആയിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല മൊമെന്റ്സ് എന്ന് പറയുന്നത്, നല്ല മെമ്മറീസ് എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെ ഉള്ളൂ.
To all parents out there, do you feel the same? Do you sometimes look at your baby and say, "Ayyo, I missed that stage"? If you feel the same, don't be emotional. ഇതാണ് റിയൽ പേരന്റിങ്. നമ്മൾ ഇതിനെ എൻജോയ് ചെയ്യാനായിട്ടും ഫീൽ ചെയ്യാനും നമ്മുടെ ഓരോ മൊമെന്റ്സും, കുഞ്ഞിന്റെ ഓരോ മൊമെന്റ്സും ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് റെക്കോർഡ് ചെയ്യാനായിട്ടും എല്ലാം ശ്രമിക്കുക. ബട്ട് മോർ ദാൻ ദാറ്റ്, ബി പ്രസന്റ് ആൻഡ് എൻജോയ് എവറി സെക്കൻഡ് വിത്ത് യുവർ കിഡ്. ഡിയർ പേരന്റ്സ്, enjoy every second. Don't be rushed, and time will pass anyway, but memories will last. So make them beautiful, and even if it is tiring and messy, make them beautiful. So if this video touched your heart and found it useful, please do share with others, and please do subscribe my channel. And അടുത്തൊരു നല്ലൊരു കണ്ടന്റുമായിട്ട് വരുന്നവരെ goodbye. Thanks for watching. Bye bye.